ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി എന്ന മൊഡ്യൂളിൻ്റെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ തിയററ്റിക്കലായിട്ടുള്ള പാർട്ടുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പാർട്ടിൽ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസിൻ്റെ ടോട്ടാലിറ്റിയാണ് എന്ത് പറയുക, എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറയാം. എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഔട്ട്കമ്മും നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെന്താ പറയുക, സാമ്പിൾ സ്പേസ് എന്ന് പറയാം. അതിൽ എന്തൊക്കെ ചാൻസസ് ഉണ്ടോ ആ ചാൻസസ് മുഴുവൻ എഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. ആ സാമ്പിൾ സ്പേസിനകത്ത് വരുന്ന എല്ലാ ഇവൻറ്റ്സിനും നമ്മൾ എന്താ പറയുക, എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഔട്ട്കംസാണ് ഉണ്ടാവുക. ഒന്ന് ഹെഡ്, മറ്റൊന്ന് ടെയില്. അപ്പോൾ നമ്മൾ അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എഴുതുമ്പോൾ ഹെഡ് ടെയിൽ എന്ന് എഴുതും. അപ്പോൾ എന്താണ്, എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് ആണ്. അതിനകത്ത് തന്നെ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ഒരു ഡൈ ടോസ് ചെയ്യുകയാണെങ്കിൽ, ഡൈ എന്ന് പറഞ്ഞാൽ ഒരു പകിട, 1 മുതൽ 6 വരെ എഴുതിയ ഒരു കട്ട നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, 1 വീഴാം, 2 വീഴാം, അങ്ങനെ 6 വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചാൻസസ് ഉണ്ടാകുമ്പോൾ അത് മുഴുവൻ നമ്മൾ എഴുതുക അല്ലേ. അതിൻ്റെ ചാൻസസ് ഏതൊക്കെയാണ്, 1 2 3 4 5 6, അങ്ങനെ കംപ്ലീറ്റ് ചാൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെന്ത് പറയുക, എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറയും. അതായത് സാമ്പിൾ സ്പേസിൽ വരുന്ന സകലതും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെന്താ പറയുക, എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറയും. അതായത് സാമ്പിൾ സ്പേസിൻ്റെ ടോട്ടാലിറ്റി. അടുത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അതായത് പ്രോബബിലിറ്റിയുടെ ഡിഫറെൻറ്റ് തോട്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ക്ലാസിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അതിൽ ആദ്യം വരുന്ന നോക്കുക, എന്താണ് ഈ ക്ലാസിക്കൽ ഡെഫിനിഷൻ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. ഒരു ട്രയൽ, ഇഫ് എ ട്രയൽ റിസൾട്ട്സ് ഇൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി ആൻഡ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ്, എം ഓഫ് ദം ആർ ഫേവറബിൾ ടു ഹാപ്പൻ, ദെൻ ദ ഈവൻറ്റ് ഇ ഈസ്. സിംപിളിയാണ്. നമ്മളതിൻ്റെ ഡെഫിനേഷനിൽ പറയുമ്പോഴാണ്, അതായത് നമ്മളൊരു ട്രയൽ എടുക്കുന്നു, ആ ട്രയൽ നമ്മൾ എൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി, എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് ആണ് എടുക്കുന്നത്. അതിൽ എം നമുക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ, അത് ഈ ക്ലാസിക്കൽ ഡെഫിനേഷൻ പ്രകാരം നമ്മൾ പ്രോബബിലിറ്റി എഴുതുന്നത് എങ്ങനെയാണ്, പി ഓഫ് ഇ, ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് m/n ആണ്. എന്താണ് m എന്ന് പറഞ്ഞാൽ, ഫേവറബിൾ കേസസ്. n എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ്. ഓക്കെ, അതായത് സിംപ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അത് 2 രീതിയിൽ വീഴാം. അതാണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ, ഹെഡ് വീഴാം, ടെയിൽ വീഴാം. അതിൽ ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി, ഫോർ എക്സാമ്പിൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ കണക്കാക്കുക, അതിൽ ഹെഡ് വരുന്ന ചാൻസ് എത്രയാണ്, 1. എത്ര ചാൻസ് ആകേണ്ടത്, ഹെഡും ടെയിലും ഉണ്ട്, 2 ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ താഴെ എപ്പോഴും വലിയ സംഖ്യ ഉണ്ടാവുക. അതാണ് നിങ്ങൾ പ്രോബബിലിറ്റി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. എപ്പോഴും ഡിനോമിനേറ്ററിൽ വലിയ സംഖ്യയും ന്യൂമറേറ്ററിൽ അതിൻ്റെ മുകളിൽ കിടക്കുന്ന നമ്പർ എന്തായിരിക്കും, ചെറുതുമായിരിക്കും. അതാണ് ക്ലാസിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ്. നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു m/n. എന്താണ് m, എന്താണ് n എഴുതിക്കുക. അതേപോലെ തന്നെ പറയുന്നതാണ്, പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് വിചാരിക്കുക, ക്യൂ എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എപ്പോഴും പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം, 1 കിട്ടണം. കാരണം പ്രോബബിലിറ്റീൻ്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ 0 ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്യൂ എങ്ങനെയാണ്, ടോട്ടൽ 1ൽ നിന്ന് ജയിക്കാനുള്ള ചാൻസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും, തോൽക്കാനുള്ള ചാൻസ് കിട്ടും, ക്യൂ എന്നുള്ള ചാൻസ് കിട്ടും. അതേപോലെ തന്നെ ജയിക്കാനുള്ള ചാൻസ് കണ്ടെത്താനോ, ടോട്ടൽ പ്രോബബിലിറ്റി 1ൽ നിന്ന് എന്ത് കുറയ്ക്കുക, ക്യൂ കുറയ്ക്കുക. ക്യൂ എന്ന് പറയുന്നത് തോൽക്കാനുള്ള ചാൻസ് കുറച്ച് കഴിഞ്ഞാൽ ജയിക്കാനുള്ള ചാൻസ് കിട്ടും. സോ ദിസ് ഈസ് ദി മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അടുത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ, ഈ ഒരു ഡെഫിനിഷൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഒന്നാമത്തെ ലിമിറ്റേഷൻ പറയുന്നത്, വെൻ ദ ഈവൻറ്റ്സ് ആർ നോട്ട് ഈക്വലി ലൈക്ലി, ക്ലാസിക്കൽ ഡെഫിനിഷൻ ഫെയിൽസ്. അതായത് ഇവിടെ പറയുന്നുണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സോസ്റ്റീവ് ആൻഡ് ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഡെഫിനിഷൻ തുടങ്ങിയത് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതാണ്, അതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് അല്ലേ, മ്യൂച്വൽ എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി ആൻഡ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലാണ് അവർ ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിൽ, ഈക്വലി ലൈക്ലി അല്ലാത്ത സിറ്റുവേഷനിൽ ഈ ഒരു ഡെഫിനിഷൻ ഫെയിൽ ചെയ്യും. എന്താണ് ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് 50-50 ചാൻസ് ഉള്ള കേസുകൾ. അപ്പോൾ 50-50 ചാൻസ് ഉള്ള കേസുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 50-50 അല്ലാത്ത കേസുകൾ നോക്കുക, കാൻഡിഡേറ്റ് പാസ് ഓർ ഫെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്
ഒരാൾ ഒരു പരീക്ഷയിൽ ജയിക്കാനോ തോൽക്കാനുള്ള ചാൻസ് എന്തല്ല 50-50 അല്ല, അത് ഓരോ ആളുകൾക്കും അനുസരിച്ച് എന്താകും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് നോട്ട് 50-50. അതേപോലെ തന്നെ വെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ബിക്കംസ് ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ എത്രയാവാം, അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, ഇഷ്ടം പോലെ ആവാം. ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മളോട് പറഞ്ഞു ഒരു 10 മീറ്റർ നീളമുള്ള ഒരു ലൈൻ തന്നു. ആ ലൈനിനകത്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ആ പോയിൻറ്റിൻ്റെ ലെങ്ത് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ ലെങ്ത് എത്രയാവാം? 1 സെൻറ്റിമീറ്റർ ആവാം, 1.1 ആവാം, 1.11 ആവാം, അല്ലേ? അപ്പോൾ ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടെത്താൻ പറ്റില്ല. എത്രയെന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയാണ്, ഇഷ്ടം പോലെ നമുക്ക് അതിന് പോയിൻറ്റുകളൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രോബിലിറ്റി 1/∞ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്. 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ആ രണ്ട് കേസുകളിലും ഈ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഫെയിലിയർ ആവുന്നു. Statistical or empirical definition of probability suggested by വോൺ മൈസസ്. മോസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, മൈസസ് ആണ്. വോൺ മൈസസ്, MISES, വോൺ മൈസസ് ഇൻ 1931. അപ്പോൾ വോൺ മൈസസിൻ്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെഫിനിഷൻ ഇതാണ്. അപ്പോൾ എന്താ നോക്കുക, അവിടെ പറയുന്നതാണ് ഇവിടെ ലിമിറ്റ് എന്നുള്ള കോൺസെപ്റ്റും കൂടി ഉപയോഗിക്കുന്നു. കാരണം നമുക്ക് അറിയാം ഈ മാത്തമാറ്റിക്കൽ ഓർ ക്ലാസിക്കൽ ഡെഫിനിഷൻ്റെ പ്രത്യേകത എന്താണ്? ഇൻഫിനിറ്റി ട്രയൽസിൻ്റെ എണ്ണം ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ അവിടെ പ്രോബിലിറ്റി കണ്ടെത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഫിനിറ്റി എന്നുള്ള കോൺസെപ്റ്റിനെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രോബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ലിമിറ്റ് ഉപയോഗിക്കണം. നിങ്ങൾ ഡിഫറൻസിയേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും ലിമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ അത്രയേ ഉള്ളൂ. ഇഫ് എ ട്രയൽ റിസൾട്ട്സ് n cases, m of them are favorable to happen an event E, then probability of E is equal to limit n tends to infinity. അതങ്ങനെയാണ് വായിക്കാൻ കേട്ടോ, എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ലിമിറ്റ് n tends to infinity m/n എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നതാണ് വി കനോട്ട് കണ്ടക്ട് ഇൻഫിനിറ്റ്ലി മെനി ട്രയൽസ് അണ്ടർ യൂണിഫോം കണ്ടീഷൻസ്. ഒരു യൂണിഫോം കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ട്രയൽസ് നമുക്ക് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. എന്നാൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടി ഒരു സുപ്പീരിയർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസിക്കൽ ഡെഫിനിഷനാണ് നമ്മൾ പല പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതൊരു പോപ്പുലാരിറ്റി ഉണ്ട് അതിന്. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാമ്പിൾ നോക്കുക. ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ വായിച്ചാൽ മതി, അതിൻ്റെ നോട്ടായിട്ട് തന്നതാണ്. അപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആദ്യം 10 തവണയാണ് ടോസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഹെഡ് എത്ര എണ്ണം കിട്ടി? 4 എണ്ണം ഹെഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ 10 തവണ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 0.4 ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും അല്ലേ, ഈ ഹെഡും ടെയിലും കിട്ടാനുള്ള ചാൻസ് 50-50 അല്ലേ? പിന്നെ നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് 4 തവണ എന്തുകൊണ്ട് ഹെഡ് വന്നു, 6 തവണ എന്തുകൊണ്ട് ടെയിൽ വന്നു? ഇതാണ് നമ്മുടെ ഡൗട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 10 എന്നുള്ളത് 100 തവണയും. അപ്പോൾ വീണ്ടും 100 തവണ നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് 45 തവണ വന്നു. പ്രോബിലിറ്റി നോക്കുമ്പോഴോ 0.45 വീണ്ടും കൂടി വന്നു അല്ലേ? വീണ്ടും നമ്മൾ 1000 തവണ ടോസ് ചെയ്തു. അപ്പോൾ 480 തവണ ഹെഡ് വന്നു. സോ പ്രോബിലിറ്റി 0.48. 10,000 തവണ ടോസ് ചെയ്തു. ഇപ്പോൾ വന്നതോ 4900 വന്നു. പ്രോബിലിറ്റി 0.49. അപ്പോൾ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്രീക്വൻസി, ഇത് തമ്മിലുള്ള ഒരു അനുപാതം 50-50ലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? അതായത് 0.49 ആയി അങ്ങനെ പോയി 0.5ലേക്ക് വരും. ഓക്കെ, അപ്പോൾ 50-50 ചാൻസിലേക്ക് വരും. ഇതിനെയാണ് എന്താ പറയുക? സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ, ദാറ്റ് ഈസ് ഓക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ ഇതിൽ 3 ഓക്സിയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്സിയം എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ, അത്രയേ ഉള്ളൂ കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ഓക്സിയം പറയുന്നത് എന്താണ്? P of A greater than or equal to 0. ദാറ്റ് ഈസ് ഓക്സിയം നമ്പർ 1. അതായത് പ്രോബബിലിറ്റി, ഏതൊരു ഈവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും, 0 ആവില്ല.
പൂജ്യമോ പൂജ്യത്തിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, പൂജ്യമാവില്ലെന്നല്ല, പൂജ്യമോ പൂജ്യത്തിനേക്കാൾ വലുതായിരിക്കും. ഒരിക്കലും നെഗറ്റീവ് സംഖ്യകൾ വരില്ല പ്രോബബിലിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഓക്സിയം. രണ്ടാമത്തെ ഓക്സിയം എന്താ പറയുന്നത്? പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1. അതായത് ഒരു ഷുവർ ഈവൻറ്റിൻ്റെ, ഒരു സെർട്ടൻ ഈവൻറ്റിൻ്റെ, എന്തായാലും തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ള ഒരു ഈവൻറ്റിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒന്നായിരിക്കും, 100% ഉറപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് ഓക്സിയം 2. ഓക്സിയം 3 ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരുപാട് പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഓക്സിയം 3 അപ്ലൈ ചെയ്യും. രണ്ട് ഈവൻറ്റ്സ് തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമ്മൾ ഓക്സിയം 3 അപ്ലൈ ചെയ്യും. അപ്പോൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, എ ബി സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇവൻറ്റ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഇവൻറ്റ്സുകളൊക്കെ ഡിസ്ജോയിൻറ്റ് ഇവൻ്റ് ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിൽ യാതൊരു കണക്ഷനില്ല. എ എന്നുള്ള ഇവൻറ്റ് വേറെയാണ്, ബി എന്നുള്ള ഇവൻറ്റ് വേറെയാണ്, അത് തമ്മിലൊരു കോമൺ പോർഷൻ ഒന്നുമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനാണെങ്കിൽ അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് നമ്മൾ M.E എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ആ ബ്രാക്കറ്റിൽ കൊടുത്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് എങ്കിൽ ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ, അതാണ് നമ്മൾ യൂണിയൻ എന്ന് കൊടുത്തിരിക്കുന്നത്, പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് എഴുതുക അല്ലേ. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയിലും ബിയിലും ഉള്ളത്, എയും ബിയും ഉള്ളത് മുഴുവൻ കൂട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് എങ്കിൽ യൂണിയൻ എടുക്കുന്ന സമയത്ത്, യൂണിയൻ എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ജസ്റ്റ് പറയേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ആകെ വരുന്നത്. ഓക്കെ, ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഒക്കെ കൂട്ടുമ്പോൾ ആകെ വരുന്ന അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടെത്താൻ എന്താണ് ചെയ്യുക? എയും ബിയും സിയും ഡിയും അങ്ങനെ ഒരുപാട് ഇവൻ്റ് ഉണ്ട്. ആ ഇവൻറ്റിൻ്റെ ഒക്കെ മൊത്തം പ്രോബബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതാണ് പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റീസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. കാരണം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്, അതിന് കോമൺ പോർഷൻ ഇല്ല. അപ്പോൾ എല്ലാത്തിൻ്റെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടും, എല്ലാ ഇവൻറ്റും കിട്ടാനുള്ള പ്രോബബിലിറ്റി കിട്ടും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി പ്ലസ് എന്നിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ എപ്പോഴെങ്കിലും യൂണിയൻ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഈവൻറ്റ്സുകൾ തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് ഒക്കെ പ്ലസ് ഇട്ട് എഴുതുക. യൂണിയൻ ആണെങ്കിൽ പ്ലസ് ഇട്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സുകൾ നമ്മൾ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ബേസിക്സ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. കാൽക്കുലേറ്ററും വേണം. ഓക്കെ, പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഈ രണ്ട് കേസുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെൻറ്റ്. ഒരു സംഭവത്തിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അതാണ് പെർമ്യൂട്ടേഷൻ. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ നോക്കുക. NPR is equal to n factorial divided by n minus r the whole factorial. ഓക്കെ, ഫാക്ടോറിയൽ എന്നുള്ള ചിഹ്നമൊക്കെ നിങ്ങളുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ n ഫാക്ടോറിയൽ എങ്ങനെ ചെയ്യുക? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2. ഓക്കെ, 10 ഫാക്ടോറിയൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അങ്ങനെ ചെയ്യണം. 4 ഫാക്ടോറിയൽ ആണെങ്കിലോ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതാണ് ഫാക്ടോറിയൽ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ NPR നിങ്ങളുടെ ഫംഗ്ഷൻ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ചില കാൽക്കുലേറ്ററിൽ NPR എന്നുള്ള ഫംഗ്ഷൻ ഒരു ബട്ടൺ അവിടെ തന്നെ കാണാം. ചില കാൽക്കുലേറ്ററിൽ ബട്ടൻ്റെ മുകളിലാവില്ല NPR എന്ന് എഴുതിയിട്ടുണ്ടാവുക, അതിന് തൊട്ട് താഴെ ആ ഒരു മെറ്റലിൻ്റെ തന്നെ എഴുതിയിട്ടുണ്ടാവും NPR. അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ നിങ്ങളിപ്പോൾ 5 P2 അതാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം 5 നിൽക്കുക, പിന്നെ ഷിഫ്റ്റ് നിൽക്കുക, പിന്നെ NPRൻ്റെ ബട്ടൺ നോക്കുക, അത് നിൽക്കുക, പിന്നെ 2 നടിക്കുക, അപ്പോഴാണ് NPR വരിക. ഓക്കെ, നമ്മളിനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യത്തിനാണ് പെർമ്യൂട്ടേഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് കോമ്പിനേഷൻ. ഈ കോമ്പിനേഷനിൽ വരുന്നതാണ് സെലക്ഷൻ. ഇതാണ് പ്രോബബിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കോമ്പിനേഷനിലാണ്. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ. അതായത് ഇത്ര കാർഡുകളുണ്ട്, അതിൽ നിന്ന് 4 കാർഡ് എടുക്കുന്നു. കോമ്പിനേഷൻ പ്രോബ്ലം, കോമ്പിനേഷൻ. ഒരു ബോക്സിൽ ഇത്ര പന്തുകളുണ്ട്, അതിൽ നിന്ന് 2 പന്തുകൾ എടുക്കുന്നു. ദാറ്റ് ഈസ് കോമ്പിനേഷൻ. അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? NCR is equal to NPR divided by n into C into n minus r. ഇത് NCR എന്നുള്ള ബട്ടൺ നിങ്ങളുടെ കാൽക്കുലേറ്ററിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ
ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.